നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൈത്തട്ടി ഗിയർ വീണതിനെ തുടർന്ന് നിർത്തിയിട്ട ജീപ്പ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് വീണു. ജീപ്പിലുണ്ടായിരുന്ന ദമ്പതികൾക്ക് നിസ്സാര പരിക്കേറ്റു. ബുധനാഴ്ച രാത്രി 8 മണിയോടെ പൊന്നാനി കർമ്മ റോഡിലാണ് സംഭവം. പൊന്നാനിയിൽ സുഹൃത്തിന്റെ വീട്ടിലേക്ക് വന്ന നിലമ്പൂർ സ്വദേശികളായ ദമ്പതികളാണ് അപകടത്തിൽപ്പെട്ടത്. പുഴയോരത്ത് നിർത്തിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കെ കൈത്തട്ടി ഗിയർ വീണതോടെ ജീപ്പ് നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന നാട്ടുകാർ ചേർന്ന് ജീപ്പ് ഉയർത്തി ദമ്പതികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. നിസ്സാര പരിക്കേറ്റ ഇവരെ പിന്നീട് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുത്തുരുത്തിയിൽ ട്രെയിനിൽ നിന്നും ഭാരതപ്പുഴയിലേക്ക് വീണു മരിച്ച തിരുവനന്തപുരം സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെ അഗ്നിരക്ഷാസേനാ സംഘവും ഷൊർണൂർ പോലീസ്, റെയിൽവേ പോലീസ്, RPF, മുങ്ങൽ വിദഗ്ധർ എന്നിവർ ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര മങ്ങാട്ടുമുറ്റം വീട്ടിൽ ഗംഗാധരൻ പിള്ളയുടെ മകൻ വിനോദ് കുമാറാണ് മരിച്ചത്. 49 വയസ്സാണ്. മൃതദേഹം മുളങ്കുന്നത്ത്കാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. റെയിൽവേ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ബുധനാഴ്ച പുലർച്ചെ 12:30 ചെറുതുരുത്തി പൈങ്കുളം ഗേറ്റിന് സമീപത്തുള്ള ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിന് മുകളിൽ വെച്ച് തീവണ്ടിയിൽ നിന്നും വിനോദ് കുമാർ വീഴുകയായിരുന്നു. തീവണ്ടി യാത്രക്കാരാണ് ഷൊർണൂർ റെയിൽവേ പോലീസിലും RPFലും വിവരം അറിയിച്ചത്. അപ്പോൾ തന്നെ അധികൃതർ പുഴയിൽ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. വ്യാഴാഴ്ച രാവിലെയാണ് മൃതദേഹം ലഭിച്ചത്. മരണകാരണം ഇനിയും വ്യക്തമായിട്ടില്ല. റെയിൽവേ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ. UDF ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ CPM കൊണ്ടുവന്ന അവിശ്വാസം പാസായതോടെയാണ് പുതിയ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. LDF വീണ്ടും പഞ്ചായത്തിൽ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പായി. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ് നാളെ നടക്കുക. രാവിലെ 11:30 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. 4 വർഷത്തിനിടെ ഇത് 3ാം തവണയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വേദിയാകുന്നത്. UDF ഭരിച്ചിരുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ നിലവിലെ പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗിലെ MC അബ്ദുൽ അസീസിനെതിരെ CPM അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം കോൺഗ്രസ് സംഘത്തിന്റെ പിന്തുണയോടെ പാസ്സായിരുന്നു. ഇതേ തുടർന്ന് UDFന് പഞ്ചായത്ത് ഭരണം നഷ്ടമാവുകയായിരുന്നു. തുടർന്നായിരുന്നു വൈസ് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ പുണ്യ സതീഷും സ്ഥിരസമിതി അധ്യക്ഷനായിരുന്ന കോൺഗ്രസിലെ AP രാമദാസും സ്ഥാനങ്ങൾ രാജിവെച്ചത്. ഇതിൽ സ്ഥിരസമിതി അധ്യക്ഷ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു. ലീഗിലെ അംഗം സുലേഖയാണ് സ്ഥിരസമിതി അധ്യക്ഷ സ്ഥാനത്തേക്ക് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തത്. 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDFനും UDFനും 8 സീറ്റുകൾ വീതമാണ് ഉണ്ടായിരുന്നത്. BJPക്ക് 1 സീറ്റുമുണ്ട്. ഇതിൽ കോൺഗ്രസ് അംഗം കൂറുമാറിയതോടെ CPMന്റെ അംഗബലം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും CPMന് അനായാസ വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. കൂറുമാറിയ കോൺഗ്രസ് അംഗം CPMന് അനുകൂലമായി തന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് CPM നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതേസമയം കോൺഗ്രസ് അംഗം തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ലെങ്കിലും CPMന് തന്നെ ഭരണം ലഭ്യമാകാനാണ് സാധ്യത. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് CPMലെ T ഉണ്ണികൃഷ്ണന്റെ പേരാണ് കേൾക്കുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രസിഡന്റ് V ബീനയുമായിരിക്കും മത്സരിക്കുക. കൊപ്പം ദേശോത്സവത്തിനിടെ ഇരു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം. നിരവധി പേർക്ക് പരിക്ക്. പോലീസ് ലാത്തി വീശി. കഴിഞ്ഞ ദിവസം രാത്രി 9:30 കൊപ്പം ദേശോത്സവത്തിന്റെ ഭാഗമായി ഇരു വിഭാഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും തുറന്ന കയ്യേറ്റവും ഉണ്ടായത്. യുവാക്കൾ തമ്മിലുള്ള സംഘർഷം പോലീസ് ഇടപെട്ട് തീർക്കുകയും ചെയ്തു. ഇതിനിടെ ഒരു യുവാവിന്റെ തലയ്ക്ക് അടിയേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംഘർഷം രൂക്ഷമാകാതിരിക്കാൻ പോലീസ് ലാത്തിയും വീശി. തുടർന്ന് ആഘോഷം തുടരുകയും ചെയ്തു. സംഘർഷത്തിന്റെ ദൃശ്യങ്ങളും ഇതിനകം പുറത്തു വന്നു. അതേസമയം പരിക്ക് പറ്റിയവരുടെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും ബന്ധപ്പെട്ട കമ്മിറ്റിക്കാരോട് സ്റ്റേഷനിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നുമാണ് പോലീസ് അറിയിച്ചത്. ആരുടെയും പേരിൽ നിലവിൽ കേസെടുത്തിട്ടില്ലെന്നും കൊപ്പം പോലീസ് അറിയിച്ചു. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ പഠിപ്പിന്റെ വളർച്ചയ്ക്ക് ഇവിടുത്തെ രാഷ്ട്രീയം ബാധിക്കുമെന്നും ഇതൊരു പാകിസ്ഥാൻ പൊളിറ്റിക്കൽ കേന്ദ്രമായി മാറ്റേണ്ട സ്ഥലമല്ലെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. NDA കേരള പദയാത്രയുടെ ആലത്തൂർ പാർലമെന്റ് മണ്ഡലം പദയാത്രയുടെ ഭാഗമായി കലാമണ്ഡലം സന്ദർശിച്ചതായിരുന്നു അദ്ദേഹം. പ്രസിദ്ധമായിട്ടുള്ള കലാമണ്ഡലവും കേരള പദയാത്രയോടനുബന്ധിച്ച് സന്ദർശിക്കാതെ പോകുന്നത് ഉചിതമല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. വളരെ അനന്തമായ സാധ്യതകളുള്ള ഒരു സ്ഥാപനമാണിത്. രാജ്യത്തിനകത്തും പുറത്തും നമ്മുടെ കലാകാരന്മാർക്ക്, പ്രത്യേകിച്ച് അന്യം നിന്നു പോകുന്ന പല അനുഷ്ഠാന കലകൾക്കും വലിയ അവസരം ലഭിക്കാനുള്ള സാധ്യതകളാണ് തുറന്നിട്ടിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ രാജ്യം മുഴുവനുള്ള പ്രസിദ്ധമായിട്ടുള്ള പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കാൻ
തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ വഴി തുറന്നിരിക്കുകയാണ്. കൂടുതൽ കുട്ടികളെ ആകർഷിക്കാൻ ഈ അധ്യയനം കുറച്ചുകൂടി ലളിതവും ശാസ്ത്രീയവുമായി സ്ട്രെസ്സില്ലാതെ അവർക്ക് എത്തിക്കാനൊക്കെയുള്ള വലിയ പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. അമിതമായ രാഷ്ട്രീയം ഇത്തരം സ്ഥലങ്ങളിൽ അതിൻ്റെ വളർച്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കുന്നു എന്നുള്ള നിരീക്ഷണമാണ് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളത്. അന്ധമായിട്ടുള്ള രാഷ്ട്രീയം. രാജ്യത്തിനകത്തും പുറത്തും കലാമണ്ഡലത്തിൽ വളർന്നുവരുന്ന കലാകാരന്മാർക്ക് അവസരമുണ്ടെന്നും മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തു വരുന്നതെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. മഹാകവി വെള്ളത്തോളിന്റെ സമാധിയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷമാണ് അദ്ദേഹം കലാമണ്ഡലം സന്ദർശിച്ചത്. കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവർ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ്, അനീഷ് ഇയാൽ, IN രാജേഷ്, ഓമനക്കുട്ടൻ PR, രാജ്കുമാർ, PS കണ്ണൻ, ഗിരീഷ് മാസ്റ്റർ, E ചന്ദ്രൻ, TC പ്രകാശൻ എന്നിവർ സന്ദർശനത്തിന് സംസ്ഥാന പ്രസിഡന്റിനെ അനുഗമിച്ചു. എന്നാൽ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന രാഷ്ട്രീയത്തെപ്പറ്റി സുരേന്ദ്രൻ ഒന്നും സംസാരിച്ചിട്ടില്ലെന്നും കലാമണ്ഡലത്തിന്റെ വികസനത്തെപ്പറ്റി മാത്രമാണ് അദ്ദേഹം സംസാരിച്ചതെന്നും കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞങ്ങളോട് അങ്ങനെ നമ്മളൊന്നും ഉന്നയിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോടാണ് ഉന്നയിക്കേണ്ടത്. കാരണം ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ടു അദ്ദേഹത്തിന് അത് പറയാം. അങ്ങനെ ഒരു ആരോപണം നമ്മൾ കൂടുതലും സംസാരിച്ചത് ഈ സ്ഥാപനത്തിന്റെ അടുത്തൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള സാധ്യതകളെ കുറിച്ചും എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനെ കുറിച്ചാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷനാണ്. നമ്മൾ കൂടുതൽ പറഞ്ഞ് നമുക്ക് ഇതിനൊക്കെ ഒരു കേന്ദ്ര തലത്തിലൊരു സാംസ്കാരിക നയപരിപാടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. കാരണം ഇതൊക്കെ ഒരു നാഷണൽ അസറ്റാണെന്ന്, ആ ഒരു അസറ്റ് എന്ന രീതിയിൽ നമ്മുടെ സാംസ്കാരിക ആവിഷ്കാരങ്ങളെ കാണേണ്ടതുണ്ടെന്നും അത് ഒരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോയിൽ തന്നെ ഉണ്ടാവേണ്ടതല്ല, നാഷണൽ ലെവലിൽ ഉണ്ടാവേണ്ടത് തന്നെയാണ്. നമ്മൾ ബ്രസൽസിലൊക്കെ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ബെൽജിയത്തിനൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു. അല്ലാതെ ഒരു ഇതിന് അങ്ങനെ ഒരു ആരോപണങ്ങളൊന്നും അങ്ങനെ അവസരമല്ല. അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ ഉള്ളൊരു അവസരമല്ല DC-യുമായിട്ടുള്ള മീറ്റിംഗ് എന്ന് പറയുന്നത്. DC is not a politician here. അത് അവിടെ ഒരു അക്കാഡമിക്കായിട്ടും സ്ഥാപനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് ഒരാൾ വരുന്നത്. അതിനപ്പുറത്തോട്ടുള്ളൊരു എന്താ പറയുക ഒരു ഡിസ്കഷൻ അങ്ങനെ അനുവദിക്കാറില്ല. രാഷ്ട്രീയമായി അങ്ങനെ ഒരു ആരോപണം അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. CCTV ന്യൂസ് തളി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ജില്ലയിൽ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം നേടിയതിന്റെ സന്തോഷത്തിലാണ് കൊപ്പം വില്ലേജ് ഓഫീസർ A അലി. കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസിൽ നടപ്പാക്കിയ പ്രവർത്തന മികവിനാണ് പുരസ്കാരം. കഴിഞ്ഞ വർഷം മികച്ച വില്ലേജ് ഓഫീസിനുള്ള പുരസ്കാരവും അലി വില്ലേജ് ഓഫീസറായിരുന്ന കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസിനായിരുന്നു. കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസറായിരിക്കുന്ന വേളയിൽ നടപ്പാക്കിയ പ്രവർത്തന മികവിനാണ് കൊപ്പം വില്ലേജ് ഓഫീസർ A അലിക്ക് ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരം തേടിയെത്തിയത്. അപേക്ഷകളുമായി എത്തുന്നവർക്ക് മികച്ച സേവനം ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ള മാതൃകാ പ്രവർത്തനങ്ങളാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത്. കഴിഞ്ഞ 5 മാസം മുമ്പാണ് A അലി കൊപ്പത്ത് വില്ലേജ് ഓഫീസറെ ചാർജ് എടുത്തത്. 2023 പ്രവർത്തന മികവിനാണ് പുരസ്കാരം. 2022 മികച്ച വില്ലേജ് ഓഫീസറുള്ള പുരസ്കാരം അലി വില്ലേജ് ഓഫീസറായുള്ള കുലുക്കല്ലൂർ വില്ലേജ് ഓഫീസറാണ് ലഭിച്ചിരുന്നത്. ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കിയ പ്രവർത്തനങ്ങളും അവാർഡിന് പരിഗണിച്ചു. ജനങ്ങളോടുള്ള മികച്ച ഇടപെടലുകളായിരിക്കാം അംഗീകാരത്തിലേക്ക് വഴിവെച്ചതെന്ന് A അലിയും സൂചിപ്പിച്ചു. നമ്മൾ മനസ്സിലാക്കുന്നത്
ഒബ്ജക്റ്റീവ് മാനദണ്ഡങ്ങളും അതേപോലെ സബ്ജക്റ്റീവ് മാനദണ്ഡങ്ങളും അവർ കണക്കിലെടുത്തുകൊണ്ടാണ് പ്രാവശ്യം എല്ലാ ആളുകൾക്കും, ഇതിന് മുമ്പ് അങ്ങനെ തന്നെ ആയിരിക്കാം, പക്ഷേ ഇപ്രാവശ്യം ശരിക്കും വളരെ വ്യക്തമായ ഒരു ഓർഡറോട് കൂടിയിട്ടാണിത്. 80% ഒബ്ജക്റ്റീവ് വിഷയങ്ങളും 20% സബ്ജക്റ്റീവ് വിഷയങ്ങളും. ഒബ്ജക്റ്റീവ് വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിലെ നമ്മളെ പെർഫോമൻസായിട്ട് നമ്മുടെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. സബ്ജക്റ്റീവ് വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സ്റ്റേണൽ ഏജൻസിനെ വെച്ചിട്ട് അന്വേഷിക്കുകയാണ്. പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസിനെയും വില്ലേജ് ഓഫീസറൊക്കെ പറ്റി അന്വേഷിച്ച് അവർ കൊടുക്കുന്ന റിപ്പോർട്ട്. 2022 അലിയുടെ നേതൃത്വത്തിൽ കുൽക്കലൂർ വില്ലേജ് ഓഫീസിൽ നടപ്പാക്കിയ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ജില്ലയിലെ മികച്ച വില്ലേജ് ഓഫീസറുള്ള പുരസ്കാരം അന്ന് കുൽക്കലൂർ വില്ലേജ് ഓഫീസിനെ തേടിയെത്തിയത്. ഇതിന് പിറകെയാണ് മികച്ച വില്ലേജ് ഓഫീസർക്കുള്ള പുരസ്കാരവും അലിയെ തേടിയെത്തിയത്. വലപ്പുഴ സ്വദേശിയാണ് അലി. പൊതുവായിട്ട് ജനങ്ങളുമായിട്ടുള്ള പെരുമാറ്റവും മറ്റു കാര്യങ്ങളായിരിക്കണം അവർ നോക്കേണ്ടത്. അവർ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അവർ ജനങ്ങളായിട്ടുള്ള പെരുമാറ്റവും മറ്റു കാര്യങ്ങളൊക്കെ ആണ് അതിൽ പറഞ്ഞ് കണ്ടത്. അതൊക്കെ അവർ ഓരോ ആളുകളൊക്കെ വിളിച്ചിട്ട് അന്വേഷണം കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് അവർ ആ റിപ്പോർട്ട് കൊടുക്കുന്നതെന്നാണ് നമുക്കറിയാവുന്നത്. ഈ 2023 ആ കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമുക്ക് ഈ അവാർഡ്. അതായത് 2023 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുൽക്കല്ലൂർ വില്ലേജിലായിരുന്നു 2023 ജനുവരി 1 മുതൽ സെപ്റ്റംബർ മാസം വരെ. അതിനുശേഷം നമ്മൾ കൊപ്പത്തേക്ക് വന്നതാണ്. അപ്പോൾ ഈ 2 വില്ലേജുകളിലെ നമ്മുടെ പ്രവർത്തനങ്ങൾ അവർ വിലയിരുത്തിയിട്ടാണ് ഈ അവാർഡ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിമാംപറമ്പ് പൂരത്തിന്റെ ഭാഗമായി കോഴിമാംപറമ്പ് ക്ഷേത്ര കലാ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ സാംസ്കാരികം 2024 പുരസ്കാരങ്ങൾ ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ പ്രഖ്യാപിച്ചു. പൊഞ്ചിലമ്പ് പുരസ്കാരവും 15,001 രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയും കലാമണ്ഡലം പ്രസന്ന വിജയകുമാറിനും, രവികിരണം പുരസ്കാരവും 10,001 രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയും ചെറുതുരുത്തി PNNM ആയുർവേദ മെഡിക്കൽ കോളേജ് ഡയറക്ടർ സന്ധ്യ മണത്തിനും, പ്രശസ്ത തുള്ളൽ കലാകാരൻ വേദിയിൽ മൺമറഞ്ഞ ഗീതാനന്ദ സ്മൃതി പുരസ്കാരവും 10,001 രൂപയും പ്രശസ്തി പത്രവും മൊമന്റോയും കലാമണ്ഡലം ജിനീഷിനുമാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത്. 25-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ പ്രശസ്ത സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് കൃപ പുരസ്കാരങ്ങൾ നൽകുമെന്ന് സാംസ്കാരിക സമിതി രക്ഷാധികാരി MS രാഘവൻ മാസ്റ്റർ, പ്രസിഡന്റ് KP മണികണ്ഠൻ, ജനറൽ സെക്രട്ടറി PG രതീഷ്, ട്രഷറർ മനോജ് തൈക്കാട്ടിൽ, ചീഫ് കോർഡിനേറ്റർ കൃഷ്ണകുമാർ പൊതുവാൾ, വൈസ് പ്രസിഡന്റുമാരായ KK മുരളീധരൻ, NK ശശികുമാർ, സെക്രട്ടറിമാരായ KC സുകുമാരൻ, OK സുന്ദരൻ, കലാമണ്ഡലം നന്ദകുമാർ തുടങ്ങിയവർ പറഞ്ഞു. ശ്രീ ടി രവീന്ദ്രൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരമാണ്. അത് സാമൂഹ്യ പ്രതിബദ്ധത കണക്കിലെടുത്ത് ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. ഒരു 3-4 അദ്ദേഹം മരിച്ചതിന് ശേഷം തുടങ്ങിയിട്ടുള്ള ഒരു അവാർഡാണ്. അത് ഈ വർഷം കൊടുക്കുന്നത് PNNM ആയുർവേദ കോളേജിൻ്റെ സാരഥിയായിട്ടുള്ള സന്ധ്യ മന്നത്തിനാണ്. അതുപോലെ തന്നെ ഗീതാനന്ദൻ സ്മൃതി പുരസ്കാരം, ഗീതാനന്ദനും ഇതേപോലെ ക്ഷേത്രകലാ സാംസ്കാരിക സമിതിയുമായി സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്തുന്ന സ്മൃതി പുരസ്കാരം എന്ന് പറയുന്നത് ഈ വർഷം കൊടുക്കുന്ന കലാമണ്ഡലം ജിനീഷിനാണ്. അങ്ങനെ 3 അവാർഡുകളാണ്. ഇത് 5-ാം ദിവസമാണ് 25-ാം തീയതി ഈ പൊതുസമ്മേളനത്തിൽ അവാർഡ് കൊടുക്കും. സിനിമാ താരം കൃപ. CCTV ന്യൂസ് തളി. കൊപ്പം പുന്നറ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷത്തിന് ഒരുക്കങ്ങളാകുന്നു. മാർച്ച് 4 മുതൽ 8 വരെ വിവിധ പരിപാടികളോടെയാണ് ശിവരാത്രി ആഘോഷം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം പുന്നറ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷങ്ങൾക്ക് മാർച്ച് 4-ന് തുടക്കം കുറിക്കും. 8 വരെയാണ് വിവിധ പരിപാടികളോടെ ശിവരാത്രി ആഘോഷം കൊണ്ടാടുന്നതെന്ന് ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാനപ്പെട്ട പല പരിപാടികളും കവിസമ്മേളനം, ചിത്രരചന എന്നിങ്ങനെയുള്ള മെയിൻ ആഘോഷ പരിപാടികളൊക്കെ അതിന് പകരമായി നവീകരണ കൺസെപ്റ്റോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടി നടത്തിയിട്ടുണ്ട്. ശിവരാത്രിയിൽ ദർശനവും വളരെ ഗംഭീരമായി നടത്തുവാനും ആ ദിവസം തന്നെ നാട്ടുകാരുടെ കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതാണ് ഈ വർഷത്തെ ആഘോഷ കമ്മിറ്റിയുടെ തീരുമാനം. എല്ലാ ദിവസവും 4 ദിവസം തുടക്കത്തിൽ തന്നെ ലക്ഷാർച്ചനയാണ്. 4-ാമത് ലക്ഷാർച്ചനയോടുകൂടിയാണ് പരിപാടി തുടങ്ങുന്നത്. അവസാനം
ശുഭരാത്രിയോട് കൂടിയിട്ട് ഈ പരിപാടി അവസാനിക്കുകയും എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ദ്രവ്യ കലശത്തോടു കൂടിയാണ് ഇത്തവണ ശിവരാത്രി ആഘോഷം. മാർച്ച് 4-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് ഉത്സവദീപം തെളിക്കൽ, കലവറ നിറയ്ക്കൽ എന്നിവയും നടക്കും. മറ്റു ദിവസങ്ങളിൽ വിശേഷ പൂജകളും ഉണ്ടായിരിക്കും. മാർച്ച് 7-ന് ദർശനപ്രധാനമായ 25 കലശാഭിഷേകവും ധർമ്മശാസ്താവിന് താലപ്പൊലി ആഘോഷവും നടക്കും. 8-ന് വൈകുന്നേരം 6:30-ന് ലക്ഷദീപ സമർപ്പണവും സാംസ്കാരിക സമ്മേളനവും പ്രാദേശിക കലോത്സവവും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 4, 5, 6, 7, 8 തീയതികളിൽ ദ്രവ്യകലശവും തുടർന്ന് ശിവരാത്രി ആഘോഷവും നടത്തുകയാണ്. ക്ഷേത്രത്തിൽ നടത്തിയ താമ്പൂല പ്രശ്നത്തിന്റെ വിധിപ്രകാരം ദ്രവ്യകലശം ക്ഷേത്ര തന്ത്രി ഈക്കാട്ടുള്ള നാരായണ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടത്തുകയാണ്. 4 ദിവസങ്ങളായി ആണ് ചടങ്ങുകൾ നടക്കുന്നത്. 4-ാം തീയതി തിങ്കളാഴ്ച ലക്ഷാർച്ചന, 2-ാം ദിവസം 5-ാം തീയതി മഹാസുദർശനഹോമം, മൃത്യുഞ്ജയഹോമം തുടങ്ങിയ ഹോമം ചടങ്ങുകളും, 3-ാം ദിവസമായ ബുധനാഴ്ച വിശേഷ പൂജകളും, 4-ാം ദിവസമായ വ്യാഴാഴ്ച ആണ് പ്രധാന ചടങ്ങായ ദ്രവ്യകലശം 25 കലശം ക്ഷേത്ര ദർശനം പ്രധാനമുള്ള ചടങ്ങാണ്. അതോടുകൂടി ദ്രവ്യകലശ ചടങ്ങുകൾ അവസാനിക്കുകയാണ്. തുടർന്ന് 8-ാം തീയതി മഹാശിവരാത്രി ആഘോഷം. രാവിലെ തന്ത്രിയുടെ വിശേഷ പൂജകൾ ചേർന്ന് കഴിഞ്ഞ് ശതീശ്വരം ഉച്ചപൂജ, പ്രസാദൂട്ട്, വൈകിട്ട് മഹാദീപാരാധനായ ലക്ഷദ്വീപം ക്ഷേത്ര തന്ത്രി ചടങ്ങുകൾ നിർവഹിക്കുന്നതാണ്. ക്ഷേത്രതന്ത്രി ഈക്കാട്ടുമനക്കൽ നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത്. ആഘോഷ പരിപാടികളെക്കുറിച്ച് ആഘോഷ കമ്മിറ്റി ചെയർമാൻ രാവുണ്ണി പുതുമന, ഭരണസമിതി പ്രസിഡന്റ് രവീന്ദ്രൻ കക്കാട്ടുമന, കൺവീനർ രാജു കുറുവത്ത്, MP മനോജ്, JNV കുറുപ്പ് എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. എളവാതുക്കൽ പൂരം വർണ്ണാഭമായി. തന്ത്രി പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി വിശേഷാൽ പൂജകൾക്ക് നേതൃത്വം നൽകി. വൈകിട്ട് ആന, പഞ്ചവാദ്യം എന്നിവയുടെ അകമ്പടിയോടെ ക്ഷേത്ര പരിസരത്തു നിന്നും ദേവസ്വം പൂരം എഴുന്നള്ളി. തുടർന്ന് പ്രാദേശിക കമ്മിറ്റികളായ നന്നിയങ്കോട് ദേശം, കോമംഗലം നവയുഗ, കുന്നത്ത് ഉത്സവ സംഘം, മൈത്രി, ഉല്ലാസ് നഗർ, പിലാക്കാട്ടിരി, വലിയപറമ്പ്, തിരുത്തിപ്പാറ, വാവന്നൂർ ദേശങ്ങളിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പുകളും ഉണ്ടായി. നാടൻ കലകൾ, പൂതൻ തിറ, കാവടി, താളമേള വാദ്യങ്ങളുടെ വേലവരവുകളും ക്ഷേത്ര സന്നിധിയിൽ സംഗമിച്ചതോടെ പകൽപൂരം വിസ്മയ കാഴ്ചയായി. മാവേലിക്കര ഗണപതി തിടമ്പേറ്റി. വിവിധ കമ്മിറ്റികളുടെ എഴുന്നള്ളിപ്പിൽ ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, മീനാട് വിനായകൻ, മച്ചാട് ധർമ്മൻ, വടക്കുന്നത്ത് ഗണപതി, ചിറക്കൽ ശ്രീപത്മനാഭൻ തുടങ്ങിയ ആനകൾ അണിനിരന്നു. തുടർന്ന് ദീപാരാധന, ചുറ്റുവിളക്ക്, കലാപരിപാടികൾ, 1000 തിരിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പ്, പ്രാദേശിക പൂരം വരവ് എന്നിവയുണ്ടായി. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.